നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. CPM ജനറൽ സെക്രട്ടറി MA ബേബി പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ജനറൽ സെക്രട്ടറി ആയ ശേഷം ആദ്യമായാണ് MA ബേബി ആലപ്പുഴയിൽ എത്തുന്നത്. മുതിർന്ന നേതാവ് G സുധാകരനെയും MA ബേബി സന്ദർശിച്ചു. 8 വർഷം കൊണ്ട് 3,57,000 പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് ആകെ പട്ടയം ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷമാകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. തമിഴ്നാട് ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലിയാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കൊണ്ടുവന്ന തസ്ലീമയുടെ ഭർത്താവാണ് സുൽത്താൻ. ചേർത്തലയും പരിസരവും പൂരലഹരിയിൽ. ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം. വ്യാഴാഴ്ച ചേർത്തല പൂരം, ഉത്രമാറാട്ട് വെള്ളിയാഴ്ച. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ആനയില്ലാതെ ആറാട്ടുവരവ്. മകം മഹോത്സവ ദിവസമായ ബുധനാഴ്ച കുറുപ്പംകുളങ്ങരയിൽ നിന്നാണ് ആനയില്ലാതെ ആറാട്ടുവരവ് നടത്തിയത്. വിഗ്രഹവുമായി 5 കിലോമീറ്റർ നടന്ന് ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി കുഴഞ്ഞു വീണു. വാർത്തകൾ വിശദമായി. CPM ജനറൽ സെക്രട്ടറി MA ബേബി പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ജനറൽ സെക്രട്ടറി ആയ ശേഷം ആദ്യമായാണ് MA ബേബി ആലപ്പുഴയിലെത്തുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും MA ബേബിക്ക് സ്വീകരണം. CPM ജനറൽ സെക്രട്ടറി MA ബേബി പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് MA ബേബി ആലപ്പുഴയിലെത്തുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസായ P കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലെത്തിയ MA ബേബിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ഓഫീസിന് മുന്നിലെ P കൃഷ്ണപിള്ളയുടെ പ്രതിമയ്ക്ക് മുന്നിൽ അഭിവാദ്യമർപ്പിച്ചു. തുടർന്ന് നടന്ന ലളിതമായ ചടങ്ങിൽ MA ബേബി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പാർട്ടിക്ക് മുന്നിലെ പ്രതിസന്ധികൾ ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കണമെന്ന് MA ബേബി കൂട്ടിച്ചേർത്തു. പ്രതികൂല സാഹചര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും MA ബേബി പറഞ്ഞു. ഒരു സംശയവുമില്ല, 10 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുണ്ട്. ആ 10 ലക്ഷം അംഗങ്ങളും അവരുൾപ്പെട്ടിട്ടുള്ള പാർട്ടി ഘടകങ്ങളുണ്ട്. 1 ലക്ഷത്തിൽ താഴെ പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. പിന്നെ ലോക്കൽ കമ്മിറ്റികളും ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത തലത്തിലാണ് ഇടനില കമ്മിറ്റി. അപ്പോൾ പാർട്ടി അംഗങ്ങളാകുകയും പാർട്ടിയിൽ എല്ലാ തലങ്ങളിലുമുള്ള ഘടകങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളികളെ തന്നെ അഭിമുഖീകരിക്കാൻ കഴിയും. പ്രതികൂല സാഹചര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് കഴിയും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ പോലുള്ള പ്രവർത്തകർക്ക് ആത്മധൈര്യം പകരുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം സഖാവ് നാസർ പറഞ്ഞ പോലെ ഇവിടെ ആലപ്പുഴയിലെ സംഘടനാ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പകർന്നു നിന്ന അനുഭവമാണ്. ജില്ലാ സെക്രട്ടറി R നാസർ, നേതാക്കളായ CS സുജാത, CB ചന്ദ്രബാബു, K പ്രസാദ്, KH ബാബുജാൻ, PP ചിത്രരഞ്ജൻ, H സലാം, AM ആരിഫ്, M മഹീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി വയലാർ ബലികുടീരത്തിലും പുഷ്പാർച്ചന നടത്താൻ എത്തി. വൈകിട്ട് 5 മണിയോടെ എത്തിയ MA ബേബിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ എത്തിയ MA ബേബിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമായിരുന്നു സ്വീകരണം. കുട്ടിക്കർഷകരായ സഹോദരിമാരും സ്വീകരണം നൽകി. തുടർന്ന് MA ബേബി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ഫാസിസ്റ്റ് നവഫാസിസ്റ്റ് സ്വഭാവമുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടണമെങ്കിൽ ഈ ചെങ്കൊടി പ്രസ്ഥാനം ഇന്നത്തേതുപോലെ പോരാ, പല മടങ്ങ് അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം. അത് നമുക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും നമുക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ തിരിച്ചടിക്ക് പരിഹാരം ഉണ്ടാക്കാൻ, അവിടെ തിരിച്ചുവരവ് നടത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി നോക്കേണ്ടത്. അതോടൊപ്പം നമുക്ക് നോക്കാനുള്ള ഒന്നാമത് തന്നെയായിട്ടുള്ള നമ്മുടെ കടമയാണ്
ഒരു തുടർഭരണം നേടിയെടുക്കാൻ കഴിഞ്ഞ, അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനെ നയിക്കുന്ന CPIM-ഉം തുടർഭരണത്തിന് ഒരു തുടർഭരണം നേടിയെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അതിനുള്ള സാധ്യതയുണ്ട്, അത് നമുക്ക് സാധിക്കും. പുന്നപ്ര വയലാറിന്റെ എല്ലാം പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളുമായി ഉറ്റബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോരായ്മകളോ ദൗർബല്യങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാതെ മുന്നോട്ട് പോയാൽ തുടർഭരണത്തിന് ഒരു തുടർഭരണം എന്ന പുതിയൊരു ചരിത്രം കേരളത്തിൽ എഴുതി ചേർക്കാൻ കഴിയും. ജില്ലാ സെക്രട്ടറി ആർ നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ്, കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KH ബാബുജാൻ, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, ചേർത്തല ഏരിയ സെക്രട്ടറി B വിനോദ്, അരൂർ ഏരിയ സെക്രട്ടറി NB ഷിബു, കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി B സലിം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മഹേന്ദ്രൻ, നേതാക്കളായ S രാധാകൃഷ്ണൻ, പ്രഭ മധു, PD രമേശൻ, P ഷാജിമോഹൻ, G ബാഹുലയൻ, UG ഉണ്ണി, PI ഹാരിസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് അനശ്വര കവി വയലാർ രാമവർമ്മയുടെ വീട്ടിലെത്തി രാഘവപ്പറമ്പിലെ വയലാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വയലാറിൻ്റെ മകനും ഗാനരചയിതാവുമായ ശരത്ചന്ദ്ര വർമ്മയും സഹധർമ്മിണി ശ്രീലത വർമ്മയും ചേർന്ന് MA ബേബിയെയും ഭാര്യ ബെറ്റി ബേബിയെയും സ്വീകരിച്ചു. മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, അരൂർ ഏരിയ സെക്രട്ടറി NB ഷിബു, ലോക്കൽ സെക്രട്ടറി UG ഉണ്ണി, TM ഷെരീഫ്, TV സന്തോഷ് കുമാർ തുടങ്ങിയവരും രാഘവപ്പറമ്പിലെത്തിയിരുന്നു. ടൈം ന്യൂസ് ചേർത്തല. ബിഗ് മീഡിയ ചേർത്തല. CPM ജനറൽ സെക്രട്ടറി MA ബേബി മുതിർന്ന നേതാവ് G സുധാകരനെ സന്ദർശിച്ചു. G സുധാകരൻ്റെ പുന്നപ്രയിലെ വസതിയിലായിരുന്നു സന്ദർശനം. പാർട്ടിയുടെ വിവിധ ഘട്ടങ്ങളിൽ കരുത്തുറ്റ സംഭാവന നൽകിയ നേതാവാണ് G സുധാകരനെന്ന് MA ബേബി. CPM ജനറൽ സെക്രട്ടറി MA ബേബി മുതിർന്ന പാർട്ടി നേതാവ് G സുധാകരനെ സന്ദർശിച്ചു. വിവിധ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് കരുത്തുറ്റ സംഭാവനകൾ നൽകിയ നേതാവാണ് G സുധാകരനെന്ന MA ബേബി. ആലപ്പുഴയിൽ വലിയ ചുടുകാട്ടിലും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പോവുക എന്ന ഇതുപോലെ തന്നെയാണ് പാർട്ടിയുടെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഭാവനകൾ നൽകിയ മാതൃകകളായിട്ടുള്ള സഖാക്കളെ കൂടി കാണുക എന്നുള്ളത്. അപ്പം ഇപ്പം പ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ചുമതലകളിൽ നിന്നും സഖാക്കളെ പൊഴിയുന്നു. ഇപ്പം സഖാ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ ത്രിപുരയിൽ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ കുറേ സഖാക്കൾ, സൂര്യകാന്ത മിശ്ര, സുഭാഷിണി അലി, ഇവരെല്ലാം ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ തുടർന്നും ഔപചാരികമായ ചുമതലകളില്ലാതെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയാണ്. സുധാകരൻ സാറ് ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ചില സംഘടനാ രംഗത്ത് പുതിയ ചില മാതൃകകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണവും അതിൻ്റെ പോരായ്മകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം സംഘടനാ രംഗത്ത് കൈക്കൊള്ളാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനം. ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ആലപ്പുഴയിലെത്തിയപ്പോഴാണ് MA ബേബി G സുധാകരനെ സന്ദർശിച്ചത്. വീട്ടിലെത്തിയ MA ബേബിയെ G സുധാകരൻ പൊന്നാടി അണിയിച്ചു. ജില്ലാ സെക്രട്ടറി ആർ നാസറും ഒപ്പമുണ്ടായിരുന്നു. പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കരുത്തുറ്റ സംഭാവന നൽകിയ നേതാവാണ് G സുധാകരനെന്ന് MA ബേബി പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 3,57,000 പട്ടയങ്ങൾ വിതരണം ചെയ്തെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ പട്ടയം ലഭിച്ചവരുടെ എണ്ണം 5 ലക്ഷമാകുമെന്നും K രാജൻ പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് ആ മുദ്രാവാക്യം. എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖയും എല്ലാ സേവനങ്ങളും സ്മാർട്ടുമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പിനെ കൊണ്ടുപോകാൻ ശ്രമകരമായ പരിശ്രമമാണ് ഞങ്ങളെല്ലാവരും നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 2 ഗവൺമെൻറ്റുകൾ ഇതിനകം വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് 3,57,000 പട്ടയങ്ങളാണ്. 3,57,000 പട്ടയങ്ങൾ എന്നാൽ 3,57,000 രേഖകളല്ല. കേരളത്തിൽ മാറി മാറി വന്ന 2 ഗവൺമെൻറ്റുകൾ അധികാരമേൽക്കുന്നത് ചിത്രത്തിലും TV-യിലും ഒക്കെ കാണുമ്പോൾ ആര് മന്ത്രിയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം തമ്പുരാനെ, ഈ കിടക്കണ മണ്ണിൽ ഒരു 6 അടി മണ്ണ് സ്വന്തമായി കിട്ടിയില്ലല്ലോ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന 1, 2, 5, 10, 10,000 3,57,000 കുടുംബങ്ങൾ വീടിൻ്റെ ഉടമകളായ സമാനതകളില്ലാത്തൊരു ചരിത്രമാണ് ഈ ഗവൺമെൻറ്റിന് രേഖപ്പെടുത്താനുള്ളത്. കേരള ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾക്ക് പട്ടയമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു പട്ടയ അസംബ്ലിക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ഇത് 2ാമത്തെ എഡിഷനാണ്.
നമ്മുടെ വെമ്പനാട് കായൽ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പുത്തൻ പദ്ധതിക്ക് നമ്മൾ രൂപം നൽകുകയാണ്. 297 സ്ക്വയർ കിലോമീറ്റർ നീളമുണ്ടായ വെമ്പനാട്ട് കായൽ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്ത് ശ്രീ അലക്സ് വർഗീസ് IAS നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ 217 സ്ക്വയർ കിലോമീറ്ററായി വെമ്പനാട് കായലിൻ്റെ അളവ് കുറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായി. വെമ്പനാട് കായൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ അനധികൃതമായി നടന്ന മുഴുവൻ കയ്യേറ്റങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് ഇടുക്കിയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഔദ്യോഗികമായൊരു സർക്കാരിൻ്റെ ഭൂമിയിൽ കേവലമായി വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുടിയേറ്റമാണ് നടത്തിയതെങ്കിൽ ആ കുടിയേറ്റത്തെ കുടിയേറ്റമായി കാണാനും, എന്നാൽ സർക്കാർ ഭൂമി കയ്യേറ്റമാണ് നടത്തിയതെങ്കിൽ ആ കയ്യേറ്റം നടത്തിയവൻ എത്ര ഉന്നതനായിട്ടുള്ള തമ്പുരാനാണെങ്കിലും മുഖം നോക്കാതെ ആ കയ്യേറ്റ ഭൂമി പിടിച്ചെടുത്ത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യാനും പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെൻറ്. ആ നടപടിയുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. നെൽപ്പാടങ്ങൾ അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നത് തടയാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കും. അനധികൃതമായ മണ്ണിട്ട് നികത്തിയ പാടങ്ങളും തണ്ണീർത്തടങ്ങളും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉടമ വിസമ്മതിക്കുകയാണെങ്കിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ അവ പൂർവ്വസ്ഥിതിയിലാക്കും. ഇതിന് ചെലവാകുന്ന തുക ഉടമയിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പുന്നപ്ര പള്ളിവെളിയിൽ നടന്ന ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷനായി. അമ്പലപ്പുഴ മണ്ഡലത്തിലെ പുന്നപ്ര പള്ളിവെളി പ്രദേശത്തെ 14 കുടുംബങ്ങൾക്കും ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിലെ വാടക്കൽ പ്രദേശത്തെ 20 കുടുംബങ്ങൾക്കുമാണ് പട്ടയം നൽകിയത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ADM ആശാ C എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, നഗരസഭാ അംഗങ്ങളായ എൽജിൻ റിച്ചാർഡ്, രമ്യ സുർജിത്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് സുൽഫി, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ പ്രധാന പ്രതി പിടിയിലായി. തമിഴ്നാട് ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലിയാണ് പിടിയിലായത്. ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിലെത്തിച്ച യുവതി ക്രിസ്റ്റീനയുടെ ഭർത്താവാണ് സുൽത്താൻ. ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴ മാരാരിഗഡിൽ നിന്ന് 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. തമിഴ്നാട് ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലി ആണ് അറസ്റ്റിലായത്. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറും പാർട്ടിയുമാണ് ബുധനാഴ്ച രാവിലെ തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി തസ്ലീമ സുൽത്താന്റെ ഭർത്താവാണ് അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലി. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളെക്കുറിച്ച് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് മൊബൈൽ കടകൾക്ക് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ മറ്റുപകരണങ്ങളും സപ്ലൈ ചെയ്യുന്ന ജോലിയാണെന്നും ഇത് ഇയാൾ വാങ്ങുന്നതിനായി സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ പോകാറുണ്ടെന്നും മനസ്സിലാക്കി. ഇതിന്റെ മറവിലാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. തെളിവിന്റെ ഭാഗമായി ഇയാളുടെ പാസ്പോർട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ചെന്നൈ എണ്ണൂരിലുള്ള വാടക വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘം കഴിഞ്ഞ 3 ദിവസമായി ചെന്നൈയിൽ തങ്ങി അന്വേഷണം നടത്തിവരികയായിരുന്നു. തുറമുഖ ഏരിയ ആയതിനാലും വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതിനാലും പകൽ സമയം മുറിയടച്ച് ഇയാൾ അകത്തിരിക്കുന്നതിനാലും ഇയാളെ കണ്ടെത്തുന്നതിൽ അന്വേഷണ സംഘം വളരെയധികം ബുദ്ധിമുട്ടി. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ ഹൈബ്രിഡ് കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോട്ടോ അയച്ച് നൽകിയത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ മറ്റെന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ ബുധനാഴ്ച വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം ചെന്നൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി വ്യാഴാഴ്ച ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S അശോക് കുമാർ, സ്പെഷ്യൽ സ്ക്വാഡ് CI മഹേഷൻ, PO ഓംകാർനാഥ്, CEO രവികുമാർ, ഡ്രൈവർ സജീവൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഓഫീസുകളിൽ ക്യൂ നിൽക്കാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിയുമെന്നും K രാജൻ പറഞ്ഞു. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ പട്ടയങ്ങൾ വിതരണം ചെയ്തും അതോടൊപ്പം തന്നെ
എല്ലാ ഭൂമിക്കും രേഖ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ എന്ന വിധത്തിൽ ഡിജിറ്റൽ റീസർവേക്ക് നേതൃത്വം നൽകുകയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ മാത്രമല്ല സമഗ്രമായി ഈ ഓഫീസുകളിലൂടെ ഈ സംവിധാനങ്ങളിലൂടെ സൗകര്യങ്ങളോടുകൂടി റവന്യൂ വകുപ്പിന്റെ പൂർവ്വ പടിവാതിലായിട്ടുള്ള വില്ലേജ് ഓഫീസുകൾ ഡിസൈൻ ചെയ്യുകയാണ്. റവന്യൂ വകുപ്പിലെ വർദ്ധിത വരുന്ന ആവശ്യങ്ങൾ മുഴുവൻ ഈ സർവീസായി മാറുകയാണ്. കേരളത്തിൽ ഇനി ഈ വർഷത്തെ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 2 ഇടപെടലുകൾ കേരളത്തിന്റെ പിറവി ദിനമായിട്ടുള്ള നവംബർ 1 മുതൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിലെല്ലാം പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡിലേക്ക് കേരളം പോകാൻ വേണ്ടി പോവുകയാണ്. വില്ലേജ് ഓഫീസുകളിൽ വന്ന് ഏതാണ്ട് എല്ലാ തവണയും എടുക്കേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വില്ലേജ് ഓഫീസുകളിൽ വന്ന് ക്യൂ നിൽക്കാതെ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ATM കാർഡ് പോലെ സ്മാർട്ട് നമ്പറും QR കോഡും ചിപ്പും ഘടിപ്പിച്ച ഒരു ATM കാർഡിന്റെ വലിപ്പത്തിലുള്ള റവന്യൂ കാർഡ് നൽകിക്കൊണ്ട് ഭൂമിയുമായും ഭൂമിയുടെ രേഖകളുമായും അതിലെ കെട്ടിടങ്ങളുമായും അതിലെ മോർഗേജ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് പൂർണ്ണമായ അറിവുണ്ട്. ഏതാണ്ട് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകേണ്ട 18 അറിവുകളും ഒരേ സമയം ഈ കാർഡിലൂടെ ലഭ്യമാകാൻ കഴിയുന്ന റവന്യൂ സ്മാർട്ട് കാർഡിലേക്ക് കേരളം പോകാൻ പോകുന്ന അത്യപൂർവമായ റവന്യൂ വകുപ്പ് ഇനി മുതൽ ഈ സർവീസിലേക്ക് മാറുകയാണ്. രേഖകളുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ ക്യൂ നിൽക്കാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. സ്മാർട്ട് നമ്പറും QR കോഡും ചിപ്പും ഘടിപ്പിച്ച ATM കാർഡിൻ്റെ വലിപ്പത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ വഴിയാണ് സേവനങ്ങൾ ലഭിക്കുക. 10 രാജ്യങ്ങളിലുള്ളവർക്ക് റവന്യൂ കാർഡ് ഗുണഭോക്താക്കളാകാൻ കഴിയും. റവന്യൂ വകുപ്പ് അവതരിപ്പിക്കുന്ന ഈ സാക്ഷരതയിലൂടെ കേരളത്തിലെ 87 ലക്ഷം വീടുകളിൽ ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും ഓൺലൈനിലൂടെ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷി വ്യക്തികൾക്കും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C. എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MS സന്തോഷ്, KP ഉല്ലാസ്, K. ഉദയമ്മ, പഞ്ചായത്ത് അംഗങ്ങളായ നവാസ്, നൈന, രജനി, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, മുഹമ്മ. ചേർത്തലയും പരിസരവും പൂരലഹരി. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം. ചരിത്രപ്രസിദ്ധമായ ചേർത്തല പൂരം വ്യാഴാഴ്ച, ഉത്രം ആറാട്ട് മഹോത്സവം വെള്ളിയാഴ്ചയും നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെ ഏപ്രിൽ 4-നാണ് പൂരമഹോത്സവം ആരംഭിച്ചത്. വടക്ക് ചേരിവാരം ആയില്യം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച രാത്രി 11-ന് കുറുപ്പംകുളങ്ങര പതിയാവീട്ടിൽ നിന്നും ആയില്യം പടയണി ആരംഭിച്ചു. തപ്പുതാളമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആയില്യം പടയണി ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ചൂട്ടുപടയണിയും വെടിക്കെട്ടും നടന്നു. തെക്കുചേരിവാരം മകം ഉത്സവദിനമായ ബുധനാഴ്ച വൈകിട്ട് 4-ന് തെക്കേ തെരുവിൽ നിന്നും മകംവേലതുള്ളൽ ആരംഭിച്ചു. മകംവേലവരവ് പുലർച്ചെ 4-ന് മകം പടയണി. വ്യാഴാഴ്ചയാണ് വടക്ക് ചേരിവാരത്തിന്റെ പ്രസിദ്ധമായ ചേർത്തല പൂരം. വൈകുന്നേരം 3:30-ന് തിരുമല ക്ഷേത്രത്തിന് സമീപത്തെ കുടുംബി സേവാ സംഘം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂരം വേലതുള്ളൽ തുടങ്ങും. രാത്രി 7-ന് പൂരം വേലവരവ, അന്നംകുമ്പിടിക്കൽ. രാത്രി 8-ന് പിന്നണി ഗായിക അഭിരാമി അജയന്റെ ദേവസംഗീതം. തുടർന്ന് പള്ളിവേട്ട. പുലർച്ചെ 4-ന് ചൂട്ടുപടയണി. പൂരം കൈമാറൽ. ഉത്രമാറാട്ട് ദിവസമായ 11-ന് വൈകുന്നേരം 3-ന് വടക്കു ഭാഗത്തേക്ക് പറക്കെഴുന്നള്ളിപ്പ്. 5:30-ന് ഭക്തിഗാനമേള. രാത്രി 7-ന് പറവരവ, കൊടിയിറക്ക. തുടർന്ന് ആറാട്ട് പുറപ്പാട്. രാത്രി 7-ന് നൃത്യങ്ങൾ. 8:30-ന് ഭജൻസ്. തുടർന്ന് ആറാട്ട് വരവ. പുലർച്ചെ 3-ന് വലിയ കാണിക്കയോടുകൂടി ഉത്സവം സമാപിക്കും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് G. അജികുമാർ, വൈസ് പ്രസിഡന്റ് D. സൽജി, സെക്രട്ടറി E. K. സിനിൽകുമാർ, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മന ഹരിനാരായണൻ നമ്പൂതിരി, സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖ R. പണിക്കർ, ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി M. മോഹനൻ നായർ, ജനറൽ കൺവീനർ V. പ്രസന്നൻ, കൺവീനർ അരുൺ K. പണിക്കർ,
വടക്ക് ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംകുമാർ, സെക്രട്ടറി മുരുകൻ, തെക്കേ ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് ഹരികൃഷ്ണൻ, സെക്രട്ടറി കെ ദേവരാജൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൽ ആനയില്ലാതെ ചരിത്രത്തിലാദ്യമായി ആറാട്ടുവരവ്. മകം മഹോത്സവ ദിവസമായ ബുധനാഴ്ച കുറുപ്പംകുളങ്ങരയിൽ നിന്നാണ് ആനയില്ലാതെ ആറാട്ടുവരവ് നടത്തിയത്. രാവിലെ 11 മണി കഴിഞ്ഞതിനാൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണമുള്ളതിനാലാണ് വിഗ്രഹവുമായി കാൽനടയായി ആറാട്ടുവരവ് നടത്തിയത്. കാൽനടയായി എത്തിയ മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോൾ കുഴഞ്ഞു വീണു. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ആനയില്ലാതെ ആറാട്ടുവരവ്. മകമഹോത്സവ ദിനമായ ബുധനാഴ്ച കുറുപ്പംകുളത്തിൽ നിന്നാണ് ആനയില്ലാതെ ആറാട്ടുവരവ് നടത്തിയത്. വിഗ്രഹവുമായി 5 കിലോമീറ്റർ നടന്ന ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി കുഴഞ്ഞു വീണു. ചൂട് കൂടിയതിനാൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണമുള്ളതിനാൽ ആറാട്ട് സമയത്ത് നൈവേദ്യം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു. കുളങ്ങരയിൽ നിവേദ്യം തയ്യാറാക്കിയതിനു ശേഷം ദേവി എത്തിയാൽ മതിയെന്ന തീരുമാനമാണ് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്വീകരിച്ചത്. ബുധനാഴ്ച രാവിലെ 6-ന് ആനപ്പുറത്ത് ആറാട്ട് പുറപ്പെട്ടു. കുറുപ്പംകുളങ്ങരയിൽ ദേവി എത്തിയ ശേഷം നൈവേദ്യം തയ്യാറാക്കിയാൽ മതിയെന്ന് ഭക്തജനങ്ങൾ നിലപാടെടുത്തു. മുൻവർഷത്തെ പോലെ ദേവി എത്തിയതിനു ശേഷം നൈവേദ്യം തയ്യാറാക്കിയാൽ മതിയെന്നാണ് ഭക്തജനങ്ങളും ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് നൈവേദ്യം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ സമയമേറെ വൈകി. ഇതോടെ ആനപ്പുറത്ത് ആറാട്ടുവരവ് പ്രതിസന്ധിയിലായി. 11 മണിക്ക് ശേഷം ആനയെ ഉപയോഗിക്കാനാവാത്തതിനാൽ ആനയെ ഒഴിവാക്കി കാൽനടയായി ആറാട്ടുവരവ്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മേൽശാന്തി അനിൽകുമാർ ദേവിയുടെ വിഗ്രഹവുമായി നടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചെരുപ്പില്ലാതെ 5 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് ക്ഷേത്രത്തിലെത്തിയത്. ഇത് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലാദ്യമാണ്. ഉച്ചയ്ക്ക് 11-ന് എത്തേണ്ട ആറാട്ടുവരവ് ക്ഷേത്രത്തിലെത്തിയത് 1 മണിക്ക് ശേഷം. ക്ഷേത്രത്തിലെത്തിയതോടെ മേൽശാന്തി അനിൽകുമാർ കുഴഞ്ഞു വീണു. ഉപദേശക സമിതി ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് മേൽശാന്തിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിലെ ഏക സർക്കാർ ആൺപള്ളിക്കൂടമായ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പ്രവേശനം. 129 വർഷം പഴക്കമുള്ള സ്കൂളിലെ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായത്. ചേർത്തല നഗരത്തിൽ ആൺകുട്ടികൾക്ക് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഇനി പെൺകുട്ടികൾക്കും സ്വന്തം. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച സർക്കാർ ഉത്തരവായി. 2025-26 അധ്യയന വർഷം മുതൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലേക്ക് പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന സ്കൂൾ പ്രധാന അധ്യാപികയുടെയും PTA അംഗങ്ങളുടെയും നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി P. പ്രസാദ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തലത്തിൽ തീരുമാനമായത്. 2021 മെയ് മുതൽ കിഫ്ബി, MLA ആസ്തി വികസന പദ്ധതി, ബജറ്റ് വിഹിതം എന്നിവയിലൂടെ 8.28 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിന് അനുവദിച്ചിട്ടുള്ളതെന്ന് മന്ത്രി P. പ്രസാദ് അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 11-ന് സംഘടിപ്പിച്ചിട്ടുള്ള മഹാസംഗമത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 250-ലേറെ വനിതകൾ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രാങ്കണത്തിലായിരുന്നു മെഗാ തിരുവാതിര ഒരുക്കിയത്. മെഗാ തിരുവാതിരയുടെ ഭദ്രദീപ പ്രകാശന കർമ്മമാണ് നടക്കുന്നത്. SNDP യോഗം ചേർത്തല യൂണിയൻ സംഗമത്തിൻ്റെയും യോഗ നേതൃത്വത്തിൽ 30 വർഷം പൂർത്തിയാക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന സ്വീകരണത്തിൻ്റെയും ഭാഗമായി വനിതകളുടെ മെഗാ തിരുവാതിര. വനിതാ സംഘം ചേർത്തല മേഖലാ കമ്മിറ്റിയാണ് മെഗാ തിരുവാതിരയ്ക്ക് നേതൃത്വം നൽകിയത്. ചരിത്രപ്രസിദ്ധമായ കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്ര മൈതാനിയിൽ നടന്ന മെഗാ തിരുവാതിരയിൽ 250-ലേറെ വനിതകൾ അണിനിരന്നു. മാർഗപ്രഭ തെളിച്ചൊരു കമ്രനക്ഷത്രം ത്രിംശവത്സരത്തോളം യോഗവിഹായസീലാകെ മാർഗപ്രഭ തെളിച്ചൊരു കമ്രനക്ഷത്രം ഭയമില്ല
വയലാർ ശങ്കർദാസ് രചിച്ച മായ ബൽറാം ഈണം നൽകിയ പാട്ടിന് RLB ഓങ്കാറാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. 1 മാസമായി പരിശീലനം നടത്തിയാണ് തിരുവാതിര നടത്തിയത്. വിവിധ ശാഖായോഗങ്ങളിൽ നിന്നായി 250-ലേറെ വനിതകൾ അണിനിരന്നു. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ദീപം തെളിച്ചു. അണിയറ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ സംഘം ചേർത്തല മേഖലാ പ്രസിഡന്റ് ബിൻസി അധ്യക്ഷയായി. ടൈം ന്യൂസ് ചേർത്തല. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ഹനുമൽ ജയന്തി ഉത്സവത്തോടനുബന്ധിച്ചാണ് മെഗാ തിരുവാതിര ഒരുക്കിയത്. 200-ലധികം വനിതകൾ പങ്കെടുത്തു. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ജയന്തി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിര നയനമനോഹരമായി. 200-ൽ പരം വനിതകൾ അണിനിരന്ന തിരുവാതിര മണിക്കൂറുകളോളം നീണ്ടു. തിരുവാതിര പാട്ടുകൾക്കൊത്ത് ചുവടുവെച്ച അങ്കനമാർ നാടിന് അവിസ്മരണീയ അനുഭവം പകർന്നു നൽകി. പുഷ്പാലങ്കാരം, വെടിക്കെട്ട്, കൈകൊട്ടിക്കളി എന്നിവയും ഒരുക്കിയിരുന്നു. ബുധനാഴ്ച രാത്രി 8:30 സിനിമാറ്റിക് ഡാൻസ്, 10 രാത്രി 8 ലൈറ്റ് ഷോ, 11 രാത്രി 7:30 പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട, ഉത്സവം 12 വൈകിട്ട് 3:30 പകൽപൂരം, മഹാപുഷ്പാലങ്കാരം വൈകിട്ട് 7 ഹനുമൽ ജയന്തി വിശേഷാൽ പുഷ്പാഭിഷേകം, 8:30 നാടകം എന്നിവയും നടക്കും. ടൈം ന്യൂസ് ആലപ്പുഴ. തുറവൂരിൽ ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണു. പാർക്ക് ചെയ്തിരുന്ന കാർ തകർന്നു. വാഹന തിരക്കുള്ള റോഡിൽ അപകടങ്ങൾ ഒഴിവായത് തലനാരിഴയ്ക്ക്. തുറവൂരിൽ ചൊവ്വാഴ്ച രാത്രിയുണ്ടായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് കാർ നശിച്ചു. തുറവൂർ പഞ്ചായത്ത് 14-ാം വാർഡ് മൂലയിൽ വീട്ടിൽ പരേതനായ കുഞ്ഞ് എന്ന് വിളിക്കുന്ന ആൻ്റണിയുടെ വീട്ടുമുറ്റത്ത് നിന്ന മാവാണ് കടപുഴകി വീണത്. ഇട്ടകാലമായപ്പോൾ ഒരു കാറ്റും കോളും കൂടെ വന്ന് നേരെ മറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കുമ്പം ലൈന് പൊട്ടി തീയൊക്കെ വരുന്നുണ്ടായിരുന്നു. വീണ്ടും വന്ന് നോക്കുമ്പോൾ വണ്ടി കാണാനില്ല. അത് കഴിഞ്ഞാണ് നോക്കി കുറേ കഴിഞ്ഞ് തപ്പിയെടുത്തപ്പോഴാണ് മാവിൻ്റെ അടി വണ്ടി കിടക്കുകയാണ്. വണ്ടിക്ക് ഫ്രണ്ട് ഗ്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ പുറകിലത്തെ ഗ്ലാസ് നഷ്ടം വന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് പോയിട്ടുണ്ട്, സൈഡ് മിറർ പോയിട്ടുണ്ട്, മേലത്തെ ബോഡി പോയിട്ടുണ്ട്. തുറവൂർ പുത്തൻകാവ് റെയിൽവേ ക്രോസിന് മുമ്പ് തെക്കോട്ട് പോകുന്ന റോഡിന് 100 മീറ്റർ അടുത്താണ് രാത്രി 8:30 മരം വീണത്. ഗതാഗത തിരക്കുള്ള റോഡിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന റോഡരികിലാണ് മരം വീണത്. സന്ദർഭവശാൽ സംഭവം നടക്കുമ്പോൾ ഒരു കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വെച്ചൂർ സ്വദേശി ഗിരീഷ് ഭവനിൽ ഗിരീഷ് കുമാറിൻ്റെ ഹുണ്ടായി ഇയോൺ കാറാണ് തകർന്നത്. ഗതാഗത തടസ്സമുണ്ടാക്കി കിടന്ന മരത്തിൻ്റെ ചില്ലകൾ നാട്ടുകാർ വെട്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തുറവൂർ പഞ്ചായത്തിൽ മനുഷ്യജീവന് വിനാശം ഉണ്ടാക്കുന്ന തരത്തിൽ നിൽക്കുന്ന വൻ മരങ്ങൾ പരാതിയുണ്ടായിട്ടും വെട്ടുന്നതിൽ വിമുഖത കാട്ടുന്നതായി വിമർശനം ഉയരുന്നു. മഴക്കാലം അടുക്കുന്നതോടെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വിഷു വിപണനമേള ആരംഭിച്ചു. മുഹമ്മ ആര്യക്കര AB വിലാസം ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് വിപണനമേള ആരംഭിച്ചത്. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ആര്യക്കര AB വിലാസം സ്കൂൾ മൈതാനിയിലാണ് വിപണനമേള ആരംഭിച്ചത്. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് എല്ലാവർക്കും പറഞ്ഞതാ പറ്റുകയില്ല എന്ന് പറയുന്നിടത്ത്, അസാധ്യമാണ് എന്ന് പറയുന്നിടത്ത് അതിനെല്ലാം സാധ്യമാക്കുന്ന ഒരു പെൺകരുത്തിനെ ഇന്ത്യയും ലോകവും കണ്ടത് ഈ കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ്. ലക്ഷക്കണക്കായ കുടുംബങ്ങളിൽ കോടിക്കണക്കായ മനുഷ്യരുടെ ജീവിതത്തിന് ഗുണപരമായ മാറ്റമുണ്ടാക്കാൻ കുടുംബശ്രീയെ കൊണ്ടായി എന്ന് പറയുമ്പോൾ
കേരള വികസനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകമായി കുടുംബശ്രീ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. വികസനം എന്ന് പറഞ്ഞാൽ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും മാത്രമല്ല, ഓരോ ഇടങ്ങളിലേക്കും സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ് വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെമ്പാടും അത് കണക്ക് കൂട്ടുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏപ്രിൽ 13 മേള സമാപിക്കും. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി. വിഷുവിനോടനുബന്ധിച്ച് കലർപ്പില്ലാത്തതും മായം കലരാത്തതുമായ കാർഷികേതര ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് മേളയുടെ പ്രധാന ലക്ഷ്യം. മുഹമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ MG സുരേഷ് വിശദീകരിച്ചു. മുഹമ്മ കൃഷി ഓഫീസർ PM കൃഷ്ണ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ലത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ചന്ദ്ര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN നസീമ, മുഹമ്മ പഞ്ചായത്ത് അംഗങ്ങളായ G സതീഷ്, നിഷ പ്രദീപ്, വിഷ്ണു V വട്ടച്ചിറ, കുഞ്ഞുമോൾ ഷാനവാസ്, സാഹിൽ ഫൈസി റാവുത്തർ, ശ്രീപ്രഭ മുകേഷ്, അമൽ രാജ, നീന ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത് സ്വാഗതവും CDS ചെയർപേഴ്സൺ സേതുഭായി വിശ്വപ്പൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. കേരള NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങുന്നു. മെയ് 25, 26, 27 തീയതികളിലാണ് NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങുന്നു. മെയ് 25, 26, 27 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. NGO യൂണിയന്റെ 62ാമത് സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്വാഗത സംഘം ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. CITU ദേശീയ കൗൺസിൽ അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം കേരളത്തിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് അധികാരികളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയാണ്. പക്ഷേ ആ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്നത് നമ്മുടെ സിവിൽ സർവീസാണ്. ആ തീരുമാനങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആൾക്കാർ നല്ലപോലെ ശ്രമിക്കുമ്പോൾ ആ പൊളിക്കാൻ ശ്രമിക്കുന്നവരെ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ കുറവ് പരിഹരിച്ച് തുടർന്ന് നടന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PP ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, കായംകുളം സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ A മഹേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, KR ഭഗീരഥൻ, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ അജയ് സുധീന്ദ്രൻ, FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി, യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ B സന്തോഷ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി C സിലീഷ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളും നടന്നുവരുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. പൊന്തുവള്ള മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചും സമ്മേളനവും സംഘടിപ്പിച്ചു. പട്ടിണി മാറ്റാൻ പാവങ്ങൾക്കായി പദ്ധതിയൊന്നും ഇല്ലല്ലോ. ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രകടനം നടത്തിയത്. തീരദേശ റോഡിൽ പൊള്ളൈത്തൈ കസ്തൂർബ കവലയിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. ILCC ചെയർമാൻ സുനിൽ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജാക്സൺ ആറാട്ടുകുളം, ഇഗ്നേഷ്യസ് അത്തിപ്പൊഴിയിൽ, J ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആർത്തുങ്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ജനറൽ സെക്രട്ടറി MA ബേബി പുന്നപ്പുറ വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ജനറൽ സെക്രട്ടറി ആയ ശേഷം ആദ്യമായാണ് MA ബേബി ആലപ്പുഴയിൽ എത്തുന്നത്. മുതിർന്ന നേതാവ് G സുധാകരനെയും MA ബേബി സന്ദർശിച്ചു. 8 വർഷം കൊണ്ട് 3,57,000 പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് ആകെ പട്ടയം ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷമാകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. തമിഴ്നാട് ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലിയാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കൊണ്ടുവന്ന തസ്ലീമയുടെ ഭർത്താവാണ് സുൽത്താൻ. ചേർത്തലയും പരിസരവും പൂരലഹരിയിൽ. ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം. വ്യാഴാഴ്ച ചേർത്തല പൂരം, ഉത്രമാറാട്ട് വെള്ളിയാഴ്ച.
ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ആനയില്ലാതെ ആറാട്ടുവരവ്. മകം മഹോത്സവ ദിവസമായ ബുധനാഴ്ച കുറുപ്പംകുളങ്ങരയിൽ നിന്നാണ് ആനയില്ലാതെ ആറാട്ടുവരവ് നടത്തിയത്. വിഗ്രഹവുമായി 5 കിലോമീറ്റർ നടന്ന് ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി കുഴഞ്ഞു വീണു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.